നമസ്കാരം. ഇത് സനുവിനുള്ള വീഡിയോയാണ്. എടി സനു, നീ ഇന്നലെ കടന്ന് ലൈവിനകത്ത് കിടന്ന് ആടുന്നത് കണ്ട്, ആ പെണ്ണുങ്ങളെ എല്ലാം നീ ചീത്ത വിളിക്കുന്നത് കണ്ട്. അത് പോരാഞ്ഞിട്ട് ഇന്ന് ലൈവിൽ കയറിയിട്ട് അലിക്കായ, രഞ്ജിത്തിനെ, പിന്നെ ഒത്തിരി ആണുങ്ങളെ 4-5 ആണുങ്ങളുണ്ട് ആ ഗ്രൂപ്പിലെങ്ങാണ്ട്, അവരെയും പെണ്ണുങ്ങളെയൊക്കെ നീ ചീത്ത വിളിക്കുന്ന കേട്ട്. പ്രായം ചെന്ന പെണ്ണുങ്ങളെ വെറുതെ നീ ചീത്ത വിളിക്കുന്നത്, നിനക്ക് വിവരമുണ്ടോ? പിന്നെ പോരെങ്കിൽ ഒരു കൊച്ചിന് അതിനകത്ത് കുഞ്ഞുങ്ങളില്ല, ആ കൊച്ചിനെ നീ കിടന്ന് ആക്ഷേപിക്കുന്നുണ്ടല്ലോ. നിൻ്റെ മോളെ കെട്ടിക്കുമ്പോഴേ ചിലപ്പോൾ നിൻ്റെ മോൾക്ക് ദൈവം കൊച്ചിനെ കൊടുത്തില്ലെങ്കിൽ നീ എന്തോ ചെയ്യും? അന്ന് നീ ദൈവത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണാൽ പോലും അത് കിട്ടത്തില്ലടി. എന്താ കാരണം എന്നറിയാം? നമ്മൾ ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് കുഞ്ഞുങ്ങളില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ വിധി തരും. അത് നീ ചിന്തിക്കണം. അല്ലാതെ കിടന്ന് ആടിയിട്ടൊരു കാര്യമില്ല. 3-4 ദിവസത്തെ മുമ്പ് ലൈവിനകത്ത് നീ പറയുന്നിട്ട് തനൂജയുടെ മോളെ ഒന്നും പറയത്തില്ല. ഇന്നലെ നീ തനൂജയുടെ കൊച്ചിനെയും തനൂജയൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്? തനൂജയെ വിറ്റല്ലേ നീ കഴിക്കുന്നത് അല്ലേ? കണ്ടൻറ് ഉണ്ടാക്കിയിട്ട്, അല്ലാതെ വേറൊന്നും അല്ലല്ലോ. അവളെ കണ്ടൻറ് ഉണ്ടാക്കിയാലേ നിനക്ക് കാശ് കിട്ടത്തുള്ളൂ. ആ കാശ് കൊണ്ട് നീയും നിൻ്റെ മോളും ആഹാരം മേടിച്ച് കഴിച്ചാൽ അതിനൊരു ഫലവും കിട്ടത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു പാവം പിടിച്ച തള്ളയും കുഞ്ഞിനെയും വിൽക്കുന്ന കാശാണ്. നിനക്ക് സുനിത കാസിം, പിന്നെ വൈഗ, ഷമീറ, ഇവരെല്ലാം കാശ് തരുന്നത് കൊണ്ട് നീ വെള്ളം അടിക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും നീ ലൈവിൽ പറയെന്നും പറഞ്ഞ് അങ്ങ് ചീത്ത വിളിക്കുന്നത്. നിനക്ക് നാണമില്ലേ? ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അവരെ വിറ്റ് തിന്നാതെ വേറെ എന്തെങ്കിലും നീ കണ്ടൻ്റാക്ക്. നിന്നെ പിന്നെ നീ പറയുന്ന കേട്ട് തനൂജ വീഡിയോ ചെയ്യാത്തത് അവൾ സുഖമില്ലാതെ കിടക്കുന്നെന്നുള്ള അറിവ് കൊണ്ട് ഓരോരുത്തർ കാശ് കൊടുക്കട്ടെ. അല്ല, ഒരാളുടെ വീട്ടിൽ പോയി തനൂജ നിൽക്കുക, അന്നേരം അവിടെ ഇരുന്ന് ലൈവ് വിടാനും വീഡിയോ ചെയ്യാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ അത് അവർക്ക് ഇഷ്ടമല്ലായിരിക്കും. എന്ന് പറഞ്ഞാൽ തനൂജയ്ക്ക് ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായതാണ്. അത് നിനക്ക് ചിന്തിക്കാൻ ബോധമില്ലേ? അതിനു മുമ്പ് നീ അങ്ങ് ഒരു മുഴം കയറങ്ങിട്ട് നീട്ടി വലിച്ച് എല്ലാവരെയും ഇതിനു വേണ്ടിയാണെന്ന്. എന്തിനാ നീ ഇങ്ങനെ കിടന്ന് ആടുന്നത്? നാട്ടുകാരെ നിന്ന് കാശ് മേടിക്കുമ്പോൾ ഓർക്കണം, ബാക്കിയുള്ളവരെ പിച്ചി തിന്നാനായിട്ട് മേടിച്ച് തിന്നരുത്. നീ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുക കേട്ടാടി സനുവേ. നാണോ മാനോ ഇല്ലാത്തവളെ. ഈ റോഡിൽ കൂടെ പോകുന്ന പെണ്ണുങ്ങൾക്ക് വിലയുണ്ട്. 10 വയസ്സ് അവളുമാർ പോയി അവളുമാരെ ചിലർ കുടുംബം നോക്കാനായിരിക്കും, ചിലർ സുഖത്തിന് വേണ്ടിയായിരിക്കും. എന്നാലും അവർക്കൊരു വിലയുണ്ട്. അവരെയും കായി കഴുപ്പ് കെട്ടവളാണ് നീ. ഞാൻ നിനക്ക് ആ വിലയെ ഇടുന്നുള്ളൂ, അല്ലാതെ ബാക്കിയുള്ള യൂട്യൂബർമാർ പറയുന്ന കണക്കൊന്നും അല്ല ഞാൻ പറയുന്നത്. നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ നാളെ ഒരു ദിവസം നിൻ്റെ ലൈവിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നവർ നിനക്ക് വേണ്ടി അല്ലാതൊരു കമൻ്റ് ഇട്ട് നോക്കട്ടെ, നീ അവരെയും കയറി ചീത്ത വിളിക്കും. അന്നേരമേ അവർ മനസ്സിലാക്കത്തുള്ളൂ. അവരോടും പറയുക, ഇവളെ ഒഴിവാക്കുന്ന വൃത്തി, അല്ലെങ്കിൽ ഇവൾ ബാക്കിയുള്ളവരെയൊക്കെ ചീത്ത വിളിച്ച് നശിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട ജന്മം. നീ പോയി തൂങ്ങിച്ചാവ്.